അവാർഡ്സ് വരുന്ന സമയത്ത് സാറിന്റെ മനസ്സിൽ അവാർഡ്സിനോടുള്ള ഒരു സമീപനം എന്താണ്, அப்ரோச் എന്താണ്? எனக்கு ஒன்றுமே இல்லை சார், தெரியல. ஐஸ்வேர் எனக்கு எந்த ஒரு எக்ஸ்பிரஷன்ஸ் இருக்காது. ஸ்டேட் அவார்டு வந்திருக்குன்றாங்க. என்னை விட என் ஒய்ஃப் தான் ரொம்ப ஷீ ஃபீல்ஸ் நைஸ் அபவுட் தட். நான் என்ன வீட்டில் கொண்டு வந்து கொடுத்தாலும் தெர் ஓன்ட் பி எக்ஸைட்மெண்ட். என்ன வேணாலும் பண்ணுங்க, பெரிய ஒரு இம்போர்ட்டட் கார் கொண்டு வந்து நிறுத்திட்டு இந்த கீன்னு கொடுத்தாலும் அதெல்லாம் இருக்காது என் ஒய்ஃப்க்கு. என்ன வேணாலும் பண்ணாலும் எக்ஸைட்டே பண்ண முடியாது. யூ கேன் சி எக்ஸ்பிரஷன் லைக் திஸ், ஓ வாவ் அப்படின்னு இல்லை. எனக்கு அவார்டு வந்ததுன்னா தான் ஐ கேன் சி த எக்ஸைட்மெண்ட் இன் மை வைஃப்ஸ் ஃபேஸ். വൈചേട്ടാ, സാറ് വരുമ്പോൾ ഈ പടം ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്യപ്പെടും. അത് നമ്മുടെ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അത് എത്രത്തോളം നമുക്കത് ഗുണകരമാകും തിയേറ്ററിൽ എന്നാണ് വിശ്വസിക്കുന്നത്? ഇപ്പോൾ അർജുൻ സാർ മലയാളത്തിൽ പടങ്ങൾ 2-3 അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു മെയിൻ ഹീറോ ആയിട്ട് ചെയ്യുന്ന പടം എനിക്ക് തോന്നുന്നു ഇത് വിരുന്നായിരിക്കും. അപ്പോൾ അത് കാണാനുള്ള ഒരു താല്പര്യം എന്തായാലും ഇവിടുത്തെ ജനത്തിനുണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾ തന്നെയാണ് അത്. നമുക്ക് അതിന് പകരം വേറൊരാൾ നമ്മുടെ മനസ്സിൽ വരില്ല. അതാണ് ഞാൻ വെറുതെ പുള്ളി ഇരുത്തിയിട്ട് പറയുന്നതല്ല. ഞാൻ ഇന്നലെ സിനിമ കണ്ടു, ആ റോളിന് ഇപ്പം ഒരു മലയാളത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരു ഉത്തരം പറയാനില്ല. ഇതിന് വളരെ ആപ്റ്റായിട്ടുള്ള റോളാണ് അർജുൻ സാറിൻ്റെ റോൾ, വളരെ ആപ്റ്റാണ് ഇതിനകത്ത്. പിന്നെ ഒരു ആക്ഷൻ ഓറിയന്റഡ് പടമാണ്. ഇതിനകത്തൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ 7 ഫൈറ്റ് ഉണ്ടല്ലേ? 6 ഫൈറ്റ് ഉണ്ട്. അതെല്ലാം വെറുതെ അടിക്ക് വേണ്ടി അടി വെച്ചതൊന്നുമല്ല, അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ആക്ഷൻ പടം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ഉള്ള ഒരു കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ പടം ഇഷ്ടപ്പെടും. ഈ ആടുപുലി ആട്ടം വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ജയറാമേട്ടനോട് ഒപ്പം സിനിമയൊക്കെ ചെയ്യാൻ അതിന്റെ ഒരു തുടർച്ച നമുക്ക് ഇനിയും അത്തരത്തിലുള്ള പടങ്ങൾ ഒരുപക്ഷെ നമുക്ക് ആവശ്യമില്ലായിരിക്കും. പക്ഷെ ഇനി ഒരു തുടർച്ച ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും മനസ്സിലുണ്ടാവുക? പല പരിപാടികളും പ്ലാനിങ് ഉണ്ട്. പട്ടാഭിരാമൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അടുത്ത സമയത്തും പല സംഭവങ്ങളും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹീറോക്ക് ഇവിടെ ഞാൻ വല്ല പ്ലാനിങ് ഉണ്ട്, അങ്ങനെയും ചില പ്ലാനുകളുണ്ട്. ശരിക്കും കാണാൻ രക്ഷപ്പെടും. ഇത് ക്യാമറ പറയിപ്പിച്ചല്ലേ പൈസ പറഞ്ഞാൽ പിന്നെ മാറാൻ പറ്റില്ല. തെളിവ് വാക്ക് പറഞ്ഞാൽ പിന്നെ മാറാൻ പറ്റില്ല. അല്ല, ജയറാമേട്ടനായിട്ട് പടങ്ങൾ പ്ലാനിങ് ഉണ്ട്. അർജുൻ സാറുമായിട്ടും വലിയ പടങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അർജുൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ണൻ തമിഴിൽ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകും. അയാൾ പടം തുടങ്ങേണ്ടതായിരുന്നു. ഇത് തമിഴിലും ഇല്ലേ? ഇത് തമിഴിലുണ്ട്. അർജുൻ സാറിന്റെ പ്രൊഡക്ഷനിൽ ഒരു പടം ചെയ്യാൻ വേണ്ടിയിരുന്ന അതിന്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് ഒരു വർഷം ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ആ സമയത്ത് സാറ് വേറൊരു പ്രോജക്റ്റ്, സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് തെലുങ്കിൽ തുടങ്ങി. അത് ഏതാണ്ട് കഴിഞ്ഞു. അങ്ങനെ വേറെ 1-2 പരിപാടികൾ എന്തോ ദൈവം സഹായിച്ച ചില ആലോചനകളൊക്കെ ഉണ്ട്. എല്ലാം നടന്നാൽ നടക്കും. ഈ ഡെബ്യൂ തമിഴിലായതുകൊണ്ട് തമിഴിനോടൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവുമല്ലേ? ഉറപ്പായിട്ടുണ്ട്. തമിഴ് പണ്ട് തൊട്ടേ തമിഴ്. ഞാൻ അർജുൻ സാറിന്റെ എല്ലാ പടങ്ങളും ജയ് ഹിന്ദൊക്കെ എത്ര പ്രാവശ്യം തിയേറ്ററിൽ പോയി. അർജുൻ സാറിന്റെ അത്ര വലിയ ഫാനായിരുന്നു ഞാൻ. അത് അർജുൻ സാർ ആ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ ഒന്നൊരു ആക്ഷൻ ത്രില്ലൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ. അത് കണ്ടിട്ട് മറ്റേ പറങ്ങാമാവന്റെ മേളിൽ കയറി താഴെ വീണ് കൈയൊടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ അങ്ങനെ എനിക്ക് കമലഹാസൻ സാർ അമേസിംഗ് മൂവി. സാർ അതിനെ പറ്റി പറയൂ സാറേ. കുരുതിപ്പുനൽ ഇനി വേറെ ഏതാவது படம் பேசியா ஆமா சீ விடுவேன். വേറെ കുരുതിപ്പുനൽ അതേപോലെ സാറ് മങ്കാത്തയില് റോള് ചെയ്തിരിക്കും. വേറെ ലെവൽ റോളാണ്. ഇവര് வந்து വേറെ ലെവൽ. പൈസേട്ടാ, ഇത് ശരിക്കും കുരുതിപ്പൂനലും മങ്കാത്തൊക്കെ പറയാതിരിക്കുന്നു. ഈ കുരുതിപ്പൂനൽ മലയാളത്തിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. തമിഴ് പടം അത് ഇപ്പൊ പിന്നെ എല്ലാം തമിഴ് പടവേ ഇവിടെ ഭയങ്കര ഹിറ്റാണ്. മലയാള സിനിമകൾ ഓടുന്ന തമിഴ് പടങ്ങളാണ് ഇപ്പൊ. സാർ കുരുതിപ്പൂനലെ പറ്റി ഏതാവത് പേശുമാ സാർ? சும்மா இருங்க. 95ல வந்த படம். 95னா என்ன எவ்வளோ ஆச்சு? ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിരിക്കും സാറേ. 30 இயர்ஸா? 29 இயர்ஸ் ஆச்சு. அதை பத்தி இப்போ விருந்து பேசுங்க. ട്രോള് ശരിക്കും ഈ അർജുൻ സാറിന്റെ പടങ്ങളെ കുറിച്ചുള്ള ഒരു അനുഭവം പറയും. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പടം? കാണാത്ത പടം കണ്ടെന്ന് ഞാൻ കണ്ട ബ്രൗൺ ബെൽറ്റ് മാതിരി ജെന്റിൽമാൻ മുതൽ കണ്ടിട്ടുണ്ട്. അതാണ് ഇഷ്ടമുള്ള പടം. ഇത് പറഞ്ഞതുപോലെ കണ്ണൻ ശരിക്കും ഈ ഏത് പടമാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അർജുൻ എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. ജെന്റിൽമാൻ മുതലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജെന്റിൽമാൻ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടതുകൊണ്ട് കൂടുതൽ ഇഷ്ടം. അത് കൂടുതൽ ഇഷ്ടമാണ്. ജെന്റിൽമാൻ തന്നെ പലതവണ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. മുതൽവനും പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു സംഭവം വന്ന് ഇങ്ങനെ സബ്ജക്റ്റ് അർജുൻ സാർ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഞാൻ ഹരീഷ് ചേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞു ഈ സംഭവം. അപ്പൊ ഹരീഷ് ചേട്ടനാണ് അർജുൻ സാറിൻ്റെ അടുത്ത് പറയുന്നത്.
അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ സാറ് തിരക്കായിരുന്നു. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഓ കണ്ണൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എന്തോ സാർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്നെ പറ്റി. അത് കഴിഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചു. 6:30 വിളിച്ചു. ഞാൻ കഥ പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ അർജുൻ സാറിൻ്റെ അടുത്താണ് കഥ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കഥ പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് വരെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് എന്തോ തിരക്കായിട്ട് പറഞ്ഞു, ഓക്കെ കണ്ണൻ ഞാൻ നാളെ ഈ സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞു. കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു പോയി. സാർ നമുക്കറിയാമല്ലോ, കഥ പറഞ്ഞ് ഫസ്റ്റ് ഫുൾ കഥയെ കേട്ടില്ല, പാതി കേട്ടപ്പോൾ തന്നെ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഗിരീഷണ്ണനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി എന്ന് ചോദിച്ചു. ഞാൻ സാറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. എന്ത് പറഞ്ഞില്ല, പകുതി വരെ പറഞ്ഞോളെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയും വിചാരിച്ചോ പകുതിയിൽ കട്ട് ചെയ്തങ്ങ് നടക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഈ സമയം 6 മണിയായി, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, വിളിച്ചിട്ടില്ല. അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ തിരക്കോ ബിസി എന്തായിരുന്നു, കേട്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് വിട്ടു. പക്ഷെ 3-ാമത്തെ ദിവസം സാർ എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വൈഫാണെന്ന് തോന്നുന്നു ഫോൺ കൊണ്ട് തന്നെ, അർജുൻ സാറെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് പറഞ്ഞപ്പോൾ ഓക്കെ കണ്ടു, 2 ദിവസം തിരക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൻ്റെ കഥ എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു. അതുപോലെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് പറഞ്ഞു ബാക്കി പറയാൻ പറഞ്ഞു. ഞാൻ ഫുൾ അന്നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് ഈ പടം ചെയ്യാം. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. സാർ അത്രയും വലിയ ഡയറക്ടറാണ്, റൈറ്ററാണ്. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പ്രൊജക്റ്റായി. പിന്നെ അതിനുശേഷം ബൈച്ചേട്ടൻ ഓൾറെഡി ഉണ്ട്. ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ബൈച്ചേട്ടനുണ്ട്. ഞാൻ ബൈച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ഗിരീഷ് ഭായെ വിളിച്ച് പറഞ്ഞു. പിന്നീട് മുകേഷ് ചേട്ടൻ വന്നു, അജു വന്നു, ഹരീഷ് ചേട്ടൻ വന്നു. അങ്ങനെ ഈ പ്രോജക്റ്റ് ഓണായി. ഇന്നിപ്പോൾ 29-ാം തീയതി പടം വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററെ പറ്റി പറഞ്ഞില്ല. ദിനേഷ് പള്ളത്താണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. അത് പറഞ്ഞു പോകണം, കാര്യം തീർച്ചയായിട്ടും പറയണം. അങ്ങനെ എഴുതി നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകണം, ശരിയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? ദിനേശ് 2 പ്രോജക്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എഴുതിക്കൂടെ? അങ്ങനെയൊക്കെ ബൈചേട്ടൻ ഇപ്പൊ ഈ പദവി ഉണ്ടെന്ന് പറഞ്ഞില്ല. തഗ് സ്റ്റാർ മാത്രമല്ല, ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ, പിന്നെ ബേസിലൊക്കെയാണ് ഈ ഇന്റർവ്യൂ സ്റ്റാറുകൾ. പക്ഷെ ബൈചേട്ടൻ ഇപ്പൊ അവർക്ക് ഭീഷണിയായി വന്നിട്ടുണ്ട്. എനിക്കൊരു ഭീഷണിയായിട്ട് തോന്നുന്നില്ല എനിക്ക്. ആണല്ലേ? അന്നാണ് ജോണർ വേറെ, എന്റെ ജോണർ വേറെ. எனக்கு அர்ஜுன் சார் கிட்ட ஒரு கொஸ்டின். சார் நீங்க வேற ஏதோ கேட்க போறீங்க? சார் நீங்க எவ்வளவு தமிழ் படம் பண்ணிருக்கீங்க? ஒரு 180. 180 அதோட இன்னும் கொஞ்சம். தெலுங்குல எவ்வளவு படம் பண்ணிருக்கீங்க? எல்லாம் சேர்த்து நீங்க അത്ര അറിഞ്ഞാൽ കന്നഡയുണ്ട്. അല്ല എല്ലാം ചേർത്ത് ഹീറോ അല്ലായിരുന്നു. അപ്പൊ നമ്മളെ പോലെ ഒരു മാസത്തിൽ 4 സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റില്ലല്ലോ.